പ്രിയപ്പെട്ടവരെ, ഇന്ന് നടൻ രമേശ് പിഷാരടി കുറച്ച് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. നടൻ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ജേർണലിസ്റ്റുകളുടെ കാര്യമാണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത്. നമുക്കറിയാം മോജോ എന്ന് നമ്മൾ പറയും. മൊബൈൽ ജേർണലിസ്റ്റിന്റെ കാലത്തൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള ഈ നീലക്കുയിൽ പച്ചക്കുയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള നിരവധി ഈ കൂണുകൾ പോലെ കേരളത്തിൽ ഓരോ ദിവസവും മുളച്ചു പൊന്തുന്ന ഓൺലൈൻ മീഡിയ കമ്പനികൾ, അവരുടെ മാധ്യമ പ്രവർത്തകരും അവരുടെ മൊബൈൽ ഫോണും ഒക്കെ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ പലപ്പോഴും അത് മനുഷ്യത്വരഹിതമായി മാറുന്നു. ഒരു മനുഷ്യന്റെ എല്ലാവിധമായ സ്വകാര്യതയും എല്ലാവിധമായ അന്തസ്സിനെയും ഹനിക്കുന്ന തരത്തിലുള്ള വ്യക്തിജീവിതത്തിന് നേർക്കുള്ളൊരു വെല്ലുവിളിയായി തന്നെ അത്തരം മാധ്യമങ്ങളുടെ ഇടപെടലുകൾ മാറുന്നു. അതിന്റെ അപകടമൊക്കെ സ്വന്തം അനുഭവങ്ങളിൽ കൂടി അദ്ദേഹം പിഷാരടി വിശദീകരിച്ചു. അതൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളാണ്. പിഷാരടി വളരെ അടുക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും പറഞ്ഞുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയേണ്ടിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് തോന്നുന്നു. അത് സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയൊരു അശ്ലീലത്തെക്കുറിച്ചാണ്. അത് പല ഓൺലൈൻ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്തു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ചാനലുകളൊക്കെ കഴിഞ്ഞ കുറേ കാലമായി നടി എന്ന് ഒരു പട്ടം ചാർത്തിക്കൊടുത്ത് വിളിക്കുന്ന ഒരു നടിയുണ്ടല്ലോ. സത്യത്തിൽ പലരും ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നടി ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്, ഇവർ അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ ഒന്ന് പറഞ്ഞു തരുമോ? സത്യത്തിൽ ഞാനൊക്കെ ഒരു സിനിമയിൽ എന്നല്ല, ഒരു ഷോർട്ട് ഫിലിമിൽ പോലും അവരെ കണ്ടിട്ടില്ല. അവരെ ടെലിവിഷൻ ആങ്കർ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവര് ചെയ്ത ഏതെങ്കിലും ടെലിവിഷൻ ഷോയും കണ്ടിട്ടില്ല. അങ്ങനെ ഉള്ളൊരു കഥാപാത്രം പ്രാഥമികമായി എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇവര് ശരിക്കും ഈ പൂക്കി CM എന്നൊക്കെ ഓമന പേരിട്ട് നമ്മുടെ ന്യൂജൻ പിള്ളാരും, അതായത് നമ്മുടെ ജെൻസിയും ജൻ ആൽഫയും ഒക്കെ വിളിക്കുന്ന അത്രയേറെ കേരളത്തിന് പ്രിയങ്കരനായ VD സതീശന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാനാണോ ഇവർ ഇറങ്ങി നടക്കുന്നതെന്ന് സംശയം തോന്നിപ്പോകുന്നു. കാരണം ഒരു ഘട്ടത്തിൽ ഇവരുടെ വെളിപ്പെടുത്തലുകളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ VD സതീശൻ നേരിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്, എനിക്ക് മകളെ പോലെയാണ് ആ പെൺകുട്ടിയെന്ന്. ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അച്ഛനെ പോലെയാണ്, പിതൃതുല്യനാണ്, പിതാവിനെ പോലെയാണ് VD സതീശൻ എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു സാഹചര്യം, ഒരു വളരെ പ്രധാനപ്പെട്ട VD സതീശന്റെ വ്യക്തി ജീവിതത്തിലെയോ രാഷ്ട്രീയ ജീവിതത്തിലെയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഈ പെൺകുട്ടി എൻ്റർ ചെയ്യുകയും ആവശ്യമില്ലാതെ അവർ നേരിട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഒരു പ്രസൻസ് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏറ്റവും വലിയ ഒരു കല്ലുകടിയായി മാറിയത് ഈ പെൺകുട്ടിയുടെ പ്രസൻസ് ആയിരുന്നു നമുക്ക് ഓർമ്മയുണ്ട്. അതിനു മുമ്പ് പറവൂരില് ഈ വലിയ ആവേശകരമായ പോരാട്ടം നടക്കുന്ന സമയത്ത് VD സതീശനെതിരെ മത്സരിച്ച് VD സതീശനെ പൂട്ടാനിറങ്ങിയ ടൈസൺ മാസ്റ്ററുടെ പ്രചാരണ ചടങ്ങിൽ ഈ പെൺകുട്ടി പോയി നിൽക്കുന്നതും അവിടെ തുള്ളിക്കളിക്കുന്നതുമായ ദൃശ്യങ്ങളൊക്കെ ചാനലുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ VD സതീശനെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ, ടൈസൺ മാസ്റ്റർക്കൊപ്പം നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാനുമുള്ള മെയ്വഴക്കമുണ്ട് എന്ന് തെളിയിച്ച ഈ പറയപ്പെടുന്ന പെൺകുട്ടി പിന്നീട് ഈ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് വന്നപ്പോഴും അവിടെ വലിയ കൂക്കിവിളിയും ഒക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഈ സത്യത്തിൽ ഒരു മരണ വീട്ടിലേക്ക് പോകുന്ന, ഒരു മരണ വീട്ടിൽ എങ്ങനെയാണോ ഒരാൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും മോശപ്പെട്ട ഉദാഹരണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു മരണ വീട്ടിൽ ബിഹേവ് ചെയ്തുകൂടാ എന്ന് വേണമെങ്കിൽ പുതിയ കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണമുള്ള അഭ്യാസ പ്രകടനങ്ങളായിരുന്നു ഈ നടി അവിടെ നടത്തിയത്. നടിയെന്ന് എനിക്ക് അവരെ വിളിക്കാൻ താല്പര്യമില്ല, നടിയെന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടി അവിടെ നടത്തിയത്, നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിന്റെ ഒക്കെ പരസ്യത്തിൽ അഭിനയിക്കുന്ന മോഡലിനെ പോലെ, അല്ലെങ്കിൽ പരസ്യത്തിൽ അഭിനയിക്കുകയായിരുന്നു അവര് ആ സമയത്ത് നമുക്ക് തോന്നിപ്പോവും. വളരെ നിസ്സഹായരായിട്ട് ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരന്റെ വിയോഗത്തിന്റെ മുൻപിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന, വല്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന കുറെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇവരിങ്ങനെ എന്തൊക്കെ ചേഷ്ടകളാണ് അവർ കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ വല്ലാത്ത തരത്തിൽ ഒരു ഒട്ടും അനുകരണീയമല്ലാത്ത ഒരു വ്യക്തിത്വ വൈകല്യമുള്ളൊരു കുട്ടിയെ പോലെയാണ് ആ കുട്ടിയുടെ പ്രകടനം കണ്ടപ്പോൾ സത്യത്തിൽ സാധാരണക്കാർക്കൊക്കെ, നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ തോന്നിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഈ പെൺകുട്ടിയോടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് സംശയിച്ചു പോകുന്നു. അവിടെ നടൻ ദിലീപ് സലീം കുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമയിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിലും. അങ്ങനെയുള്ള ദിലീപിനെ വിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു, ആരെയൊക്കെയോ വിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ എന്ന് ഇങ്ങനെ
പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ്, ഒരു വെപ്രാണമൊക്കെയാണ് നമ്മൾ ആ പെൺകുട്ടിയുടെ ബിഹേവിയറിൽ കാണുന്നത്. സത്യത്തിൽ ഇത് മാനസിക രോഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് കൃത്യമായിട്ടും. അതിനൊരു നാർസിസസ് സ്വഭാവമുണ്ട്, ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ചെറിയ കുട്ടികളൊക്കെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി വളരെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം, നമ്മുടെയൊക്കെ മക്കൾ ചെയ്യാറുണ്ടാകാം. അവരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അവരിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ഒരു പലതരം വികൃതികളൊക്കെ കാണിക്കാം. അപ്പൊ അതുപോലെ ഈ പ്രശസ്തിക്ക് വേണ്ടിയും അറിയപ്പെടാനൊക്കെ വേണ്ടിയുള്ള വല്ലാത്ത ഒരു വിഭ്രാന്തിയും വല്ലാത്തൊരു മാനസിക സംഘർഷവുമൊക്കെയാണ് ഈ പെൺകുട്ടി പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ മുൻപും പല ഘട്ടങ്ങളിലും നമ്മളത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. സത്യത്തിൽ ഈ മാധ്യമങ്ങളോട്, ഈ മുഖ്യധാരാ മാധ്യമങ്ങളോട് തന്നെ വീണ്ടും ചോദിക്കാനുള്ളത്, ഇവർ ഈ നടി എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അവരെ വേണമെങ്കിൽ ഒരു അവതാരകയെന്നോ അല്ലെങ്കിൽ മുൻപ് ഉണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടൊരു പരാതിക്കാരി എന്നോ ഒക്കെ പറഞ്ഞാലൊക്കെ, പരാതിക്കാരിയായ റിനി ആൻ ജോർജ് എന്ന് പറഞ്ഞാൽ കേൾക്കാനൊരു സുഖമുണ്ട്. കാരണം അവർ നേരിട്ട് ഏതെങ്കിലും പോലീസിലോ അത്തരം ഫോറങ്ങളിൽ പരാതി കൊടുത്തിട്ടില്ലെങ്കിലും അവർ ചാനലുകൾക്ക് മുമ്പിൽ പരാതി നൽകിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ചാനലുകളോട് പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിലയിൽ അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല പേര് പരാതിക്കാരി എന്നുള്ളത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനപ്പുറത്ത് നടി എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ ആഘോഷിക്കുന്ന ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ, അവർ സത്യത്തിൽ ഈ സമൂഹത്തോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു ക്രൂരതയല്ലേ എന്ന് തോന്നിപ്പോകും അവരുടെ കഴിഞ്ഞ ദിവസത്തെ ചില പ്രകടനങ്ങൾ കണ്ടാൽ. ഇനി വി ഡി സതീശനുമായി ബന്ധപ്പെട്ടാണ്. വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് റിനി ആൻ ജോർജിന്റെ പേര്. മകളെപ്പോലെ താൻ കണ്ടിരുന്ന റിനി ആൻ ജോർജിന് നീതി ലഭിക്കാൻ, റിനി ആൻ ജോർജിന്റെ കൂടി വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ വി ഡി സതീശൻ തന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ അതിശക്തമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയത്തിൽ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ വി ഡി സതീശൻ സലീം കുമാറിന്റെ വിയോഗ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു സലീം കുമാർ സഹോദരനെ പോലെ, സഹോദര തുല്യമായി കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് വി ഡി സതീശൻ. വി ഡി സതീശനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഒരവസരം കിട്ടുന്ന സമയങ്ങളിലൊന്നും സലീം കുമാർ അത് ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ നേരത്തെ ഒന്നും നമുക്കത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ സലീം കുമാറിന്റെ വിയോഗത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ആ കലാകാരന്റെ അഭിമുഖങ്ങൾ, പഴയ അഭിമുഖങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വി ഡി സതീശൻ എന്ന മനുഷ്യൻ എത്രത്തോളം സലീം കുമാറിന്, അല്ലെങ്കിൽ സലീം കുമാറിന്റെ മനസ്സിൽ വി ഡി സതീശൻ ആരായിരുന്നുവെന്ന് കേരളത്തിന് ബോധ്യപ്പെടുന്നത് ഇപ്പോഴാണ്, കൂടുതൽ വെളിപ്പെടുന്നത് ഇപ്പോഴാണ് എന്ന് തോന്നുന്നു. സലീം കുമാർ അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി പോലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം പറവൂരിൽ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയായിരുന്നു. സതീശനെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങിലായിരുന്നു അദ്ദേഹം അവസാനമായി സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയേറെ ആത്മബന്ധം വി ഡി സതീശനുമായി സലീം കുമാർ സൂക്ഷിച്ചിരുന്നു. അങ്ങനെയുള്ള സലീം കുമാറിന്റെ വിയോഗ സമയത്ത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന്റെ പുത്രിയുടെ തുല്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുത്രിയെ പോലെ വി ഡി സതീശൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് ഇത്ര വലിയ നാടകങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് ആ പെൺകുട്ടിക്ക് മാത്രമല്ല, കൃത്യമായിട്ടും അത് വി ഡി സതീശന് കൂടി വലിയ മാനക്കേട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഈ പെൺകുട്ടി മുന്നോട്ട് പോകുമ്പോൾ അത് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി വി ഡി സതീശനെ അത് വരും നാളുകളിൽ, ഇതിപ്പോ 2 സംഭവങ്ങളായി, ഇനിയിപ്പോ അങ്ങോട്ട് വരും നാളുകളിലും ഇത് ബാധിക്കാൻ സാധ്യതയില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ തോന്നിപ്പോവുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇരച്ചുകയറ്റം അത് ഒരു ചെറിയ കാര്യമായി നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഗൗരവമുള്ള കാര്യമാണ് ഇത്തരത്തിലെ ഷോ ഓഫുകൾ. നമ്മൾ പലപ്പോഴും പട്ടി ഷോ എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ പട്ടിയെ അപമാനിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പട്ടിയെ അപമാനിക്കുന്ന തരത്തിലായിരിക്കും നമ്മൾ പട്ടി ഷോ എന്ന് പറഞ്ഞാൽ, പട്ടികൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള ആ നിലയ്ക്ക് ഒരു ഏതെങ്കിലും തരത്തിൽ സെൻസുള്ള ഒരു സിവിക് സെൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൗരബോധമുള്ള, വ്യക്തിത്വബോധമുള്ള, സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു അഭിമാന ബോധമുള്ള ആരും കാണിക്കാത്ത പരിപാടികളാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം കാണിച്ചതെന്ന് നമ്മളെല്ലാം കണ്ടതാണ്. അതിനിടയിലാണ് വി ഡി സതീശനെ ഷോളണിയിക്കാൻ വേണ്ടി ആവേശ കമ്മിറ്റിക്കാരനായ ഒരു കോൺഗ്രസ്സുകാരൻ ചാടി വീഴുന്നത്. പക്ഷെ കൃത്യമായിട്ടും അവിടെ വളരെ ഔചിത്യത്തോടെ ഇടപെട്ടുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്താനും ബലമായിട്ട് അയാളെ മാറ്റി നിർത്താനും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്ന കാര്യവും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ ശ്രദ്ധിക്കേണ്ടി വരുന്നു. ഇനി നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ചാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ സത്യത്തിൽ ഇത്രയും വലിയൊരു ഭൂമിയിലേക്ക് പോകുമെന്നും ഓൺലൈൻ മാധ്യമങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും മലയാളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള വ്യക്തി നടൻ മമ്മൂട്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ ഈ വ്ളോഗ് എന്ന വാക്കും ആദ്യമായി കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ
വായിൽ നിന്നാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് വ്ളോഗിംഗ് എന്ന വാക്ക് ഉപയോഗിച്ച് കേൾക്കുന്നത്. അതായത് വ്ളോഗിങ്ങിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരുന്ന, വ്ളോഗിങ്ങിനെ കുറിച്ച് നമുക്കൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ബ്ലോഗിങ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത്, നമുക്കറിയാമല്ലോ മലയാള സിനിമയിൽ ആദ്യമായി സ്വന്തമായൊരു ബ്ലോഗ് തുടങ്ങുന്നത് മമ്മൂട്ടിയാണ്. അപ്പം അങ്ങനെ ആ ബ്ലോഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറയുകയായിരുന്നു, ഇപ്പോൾ നമ്മൾ ബ്ലോഗിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ നമ്മളൊക്കെ ഇനി അങ്ങോട്ട് വ്ളോഗിങ്ങിന്റെ കാലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ വീഡിയോകളിലൂടെ കാര്യങ്ങൾ, നമ്മളിപ്പോൾ എഴുതുകയാണ് ചെയ്യുന്നതെങ്കിൽ വീഡിയോകളിലൂടെ കാര്യങ്ങൾ പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് എന്ന് ഞാൻ ആദ്യമായി അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് നടൻ മമ്മൂട്ടിയാണ്. ആ വാക്ക് പോലും, വ്ളോഗ് എന്ന വാക്ക് പോലും എത്ര വർഷം മുൻപ് മമ്മൂട്ടി ഉപയോഗിച്ചു എന്നുള്ളത് വളരെ അത്ഭുതം. ഞാനതിപ്പോൾ ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്. അതുപോലെ തന്നെ നടൻ പൃഥ്വിരാജ്, അദ്ദേഹം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്, ഈ കമ്പോളം, ഈ കളം ഇങ്ങനെ മാറിക്കഴിഞ്ഞുവെന്ന് തിരിച്ചറിയുന്നൊരു നടൻ പൃഥ്വിരാജാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഈ നീലക്കുയിലും പച്ചക്കുയിലും ഒക്കെ പച്ച പിടിക്കുന്നതിന് മുമ്പുള്ളൊരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സിനിമ റിലീസാകുമ്പോൾ സാറ്റലൈറ്റ് ചാനലുകൾക്കൊന്നും ഒരു അഭിമുഖവും കൊടുക്കാതെ ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളൊക്കെ ഓൺലൈൻ ചാനലുകളെ മാത്രം വിളിച്ചു കൊടുത്ത ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ട് ഈ ഓൺലൈൻ ചാനലുകളാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നടൻ പൃഥ്വിരാജ് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് നടൻ പൃഥ്വിരാജ് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് സിനിമക്കാർ തന്നെ, ഇപ്പോൾ സെലിബ്രിറ്റികളെന്ന് നമ്മൾ പറയുന്ന എല്ലാ വിഭാഗത്തിലും പെട്ടവർക്ക് മാധ്യമങ്ങൾ ആവശ്യമാണ്. അത് ഓൺലൈൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും. അവർ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ, അപ്പോൾ ഓൺലൈനിലൊരു സാധനം വന്നു കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ നിലയ്ക്ക് അവരൊക്കെയും ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിന്റെ ഗുണഭോക്താക്കളായിരുന്നു എന്ന കാര്യവും നമ്മൾ വിസ്മരിക്കുന്നില്ല. അവരെ പലപ്പോഴും ഈ സിനിമക്കാരാകട്ടെ അത്തരം സെലിബ്രിറ്റികളൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിന്റെ ഒരു ദുരന്ത ഫലം അതും കൂടി ഇപ്പോൾ അവർ അനുഭവിക്കേണ്ടി വരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടും കർശനമായിട്ടും കഴിഞ്ഞ ദിവസം കേരള പോലീസ് നൽകിയ മുന്നറിയിപ്പ് പോലെ ആ നിലയ്ക്കുള്ള കൃത്യമായ മാനദണ്ഡങ്ങളും ഒരു നിയന്ത്രണ സംവിധാനവും ഒക്കെ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? സാറ്റലൈറ്റ് മാധ്യമങ്ങൾ, ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെ വെല്ലുന്ന സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം, സാറ്റലൈറ്റ് ചാനലുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ മുമ്പൊക്കെ മഞ്ഞപത്രം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ മഞ്ഞ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ചാനലുകളാണെന്ന് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. സെലിബ്രിറ്റികളായ നടന്മാരുടെ അടുക്കളയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, അതായത് അതും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസം, അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുംകടലയുമാണോ അപ്പവും മുട്ടക്കറിയുമാണോ അല്ലെങ്കിൽ ഇഡലിയും സാമ്പാറുമാണോ എന്ന് തിരക്കാൻ ഡ്രോണുകൾ അയക്കുന്ന, ഡ്രോണുകൾ പറത്തുന്ന സാറ്റലൈറ്റ് ചാനലുകളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ അത് അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് കയറിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. ആ നിലയ്ക്കുള്ള ഒരു മാധ്യമ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രം കുറ്റം പറയുന്നതിലും കാര്യമുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്കും മാത്രമല്ല വ്യക്തികൾക്കുമൊക്കെ ഒരു സ്വയം നിയന്ത്രണത്തിന്റെയും ഒരു സ്വയം മര്യാദ പാലിക്കലിന്റെയും ഒരു ആത്മപരിശോധനയുടെയും ഒരു സ്വയം അന്തസ് എന്താണെന്ന് കണ്ടെത്തലിന്റെയും ഒക്കെ ഒരു ഘട്ടം കൂടിയാണ്. നമ്മളിത് ഇനിയും അടുത്ത മറ്റൊരു സെലിബ്രിറ്റിയുടെ ഈ വിയോഗ വാർത്തയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംസ്കാര ചടങ്ങിലും ചിലപ്പോൾ ഇതൊക്കെ തന്നെ ആവർത്തിച്ചേക്കാം. അങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ. അതിനുള്ള അങ്ങനെ ഒരു അന്തസ് ഓരോ മനുഷ്യനും കാണിക്കുന്നിടത്ത് മാത്രമാണ് മാറ്റം ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ എത്രയൊക്കെ നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഒക്കെ ഉണ്ടായാലും അതിന് എവിടെ നമ്മൾ ഈ അതിർവരമ്പ് വരയ്ക്കും? ഏതാണ് ഓൺലൈൻ ജേർണലിസ്റ്റ്, അല്ലെങ്കിൽ ഏതാണ് ഏകാംഗ ജേർണലിസ്റ്റ്, ഏതാണ് സാറ്റലൈറ്റിന്റെ ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുന്നിടത്തൊക്കെ വലിയ അതിന്റെയൊക്കെ അതിർവരമ്പുകൾ വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആർക്കൊക്കെ ഇനിയിപ്പോൾ ലൈസൻസ് എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് കുറച്ച് സങ്കീർണമായ കാര്യങ്ങളാണ്. അതിൽ ഓരോ വ്യക്തിയും ഒരു അന്തസ്സ് കാണിക്കുക, ഓരോ വ്യക്തിയും അവനവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനവന്റെ അന്തസ്സ് അവനവൻ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഓരോ മനുഷ്യർക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ട് എന്നുമൊക്കെയുള്ള തിരിച്ചറിവിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള മാനസിക വൈകല്യങ്ങളും ഇത്തരത്തിലുള്ള സമൂഹത്തിന്റെ പൊതുവായ വൈകല്യങ്ങളും അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നാണ് തോന്നുന്നത്.